ചെറിയ വീടാണ് കേട്ടോ. ഇത് നമ്മുടെ മീൻകുളം വറ്റിക്കുന്ന വീടാണ്. അപ്പോൾ അച്ഛൻ പുറത്തിറങ്ങിയിട്ട് മീനെ കാണാൻ നോക്കുകയാണ്. പക്ഷേ ഈ വെള്ളം എന്താ പറയുക, ഡയറക്റ്റ് സൂര്യപ്രകാശം അടിക്കുന്നത് കൊണ്ട് ഈ വെള്ളം വേഗം കളറ് മാറും. നമ്മളിപ്പോൾ വൃത്തിയാക്കിയാൽ ഒരു 2 ദിവസം കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ കളർ ഇങ്ങനെ ആയിപ്പോവും. അല്ലാതെ ഇത് അഴുക്ക് വെള്ളമല്ല ഗൈസ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മളിതൊന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. കുറച്ച് ടാസ്ക്കാണ് വൃത്തിയാക്കുന്നത്. അപ്പോൾ ഇതിലൊരു ഏകദേശം ഒരു 10-12ഓളം മീനുണ്ട്. എനിക്കതിൻ്റെ പേരെന്താണെന്ന് അറിയത്തില്ല കേട്ടോ, പേര് മറന്നുപോയി. നല്ല വലുതാണ്. കുഞ്ഞായിരുന്നപ്പോൾ മേടിച്ച മീനാണ്. ഇതൊക്കെ ഇപ്പോൾ വലുതായിട്ടുണ്ട്. പക്ഷേ ഈ വെള്ളത്തിൻ്റെ ഈ ഒരു കളറ് കാരണം മീനൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മളിത് വെള്ളം തുറന്നു വിടാണ്. സൈഡിലായിട്ടൊരു പൈപ്പ് പോലെ സംഭവം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അതിൻ്റെ കളറ്. ഇത് എന്താ പറയുക, ഒരു കഷായം, അങ്ങനത്തെ കഷായത്തിൻ്റെയൊക്കെ ഒരു കളറാണ്. പക്ഷെ അത് വൃത്തിയാക്കിയാൽ 2 ദിവസം കഴിയുമ്പോൾ തന്നെ അതിൻ്റെ കളറ് ചേഞ്ച് ആവും. സൂര്യപ്രകാശം അടിക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു. അതിൻ്റെ മുകളിൽ എന്തെങ്കിലും വെള്ളം കളർ മാറാതിരിക്കാൻ വേണ്ടിയിട്ട്, ലൈറ്റ് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ ആവും. അപ്പോൾ ഈ ഗ്രില്ലൊക്കെ ഇപ്പോൾ അടുത്ത് സെറ്റ് ചെയ്തതാണ്. അപ്പോഴാണ് വിഷ്ണുവേട്ടൻ അവിടെ നിന്ന് പറയുന്നത് ഈ വെള്ളം ചെടിക്ക് ഒഴിച്ചാൽ നല്ലതാണെന്ന്. എൻ്റെ ഹസ്ബൻഡ് ഒരു ചെടിപ്രാന്തനാണ് ഗൈസ്. ചെടിക്ക് വേണ്ടിയിട്ട്, ചെടീനെ എന്നെപ്പോലും ഇത്ര നന്നായിട്ട് കെയർ ചെയ്തിട്ടില്ല കേട്ടോ. ഇയാൾ മുകളിൽ നിന്ന് വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ട്. ഡെയിലി വന്ന് ചെടീനെ നോക്കുക, അതിൽ മൊട്ടിട്ടോ കായിട്ടോ എന്നൊക്കെ നോക്കുക. അതൊക്കെയാണ് പുള്ളിയുടെ ഒരു ഹാപ്പിനെസ്. പിന്നെ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ അത് ഇവരെയൊക്കെ ഒന്ന് കൂട്ടുന്ന പുറത്തിറക്കാറുണ്ട്. ഇത് ഈ ചാടിക്കളിക്കുന്ന വലുതുണ്ടല്ലോ, അതാണ്, അതിൻ്റെ പേര് കുഞ്ഞിന്നാണ്. അതിൻ്റെ മക്കളാണ് കേട്ടോ ആ കുഞ്ഞു സാധനവും. പിന്നെ ഇത് ആ ഓടി വരുന്നത്. അതിനെ മാത്രം എന്താ ചങ്ങലയൊക്കെ ഇട്ടെന്ന് വെച്ചാൽ നേരെ റോഡിലേക്ക് പോകും. നമുക്കിവിടെ മതിലൊന്നുമില്ല ചുറ്റും. അപ്പോൾ നേരെ റോഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിനെ പിടിച്ചുകൊണ്ട് വരാൻ പാടാണ്. അതുകൊണ്ട് ഇതിനെ മാത്രം എപ്പോഴും ചങ്ങലയ്ക്ക് ഇടാണ് ചെയ്യുക. നീമി പിടിക്കണോ? നീമിനെ പിടിക്കണോ? നീന്തണോ? വേണോ? നീന്തണോ? ഇടട്ടെ അതിൻ്റെ ഉള്ളിൽ ഇടട്ടെ. അങ്ങനെ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചിട്ട് വിഷ്ണുവേട്ടൻ താഴോട്ട് വന്നിട്ട് അതെന്തോ അവിടെ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അതൊരു കമ്പിട്ട് കുത്തുകയാണത്, വെള്ളം നല്ല ഫോഴ്സിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഇപ്പോഴാണ് മീനെയൊക്കെ ഒന്ന് കാണുന്നത്. നല്ല വലുപ്പമുണ്ട്. ഇത് മേടിക്കുന്ന സമയത്ത് ചെറുതായിരുന്നു. ഇപ്പോൾ ഇത് അത്യാവശ്യം വലുപ്പത്തിൽ, അത്യാവശ്യം നല്ല വലുപ്പത്തിലായിട്ടുണ്ട്. ഇതൊരു വഴുവഴുപ്പാണ്. അങ്ങനെ മീനെ തൊടാനുള്ള പേടി കാരണം ഒരാൾ അവിടെ നിന്ന് നോക്കി നിൽക്കുന്നുണ്ട്. പിന്നെ അത് ഇവളെ ഒന്ന് കൊണ്ട് കാണിച്ചു. ഇവർക്ക് മീനെ ഭയങ്കര പേടിയാണ് കേട്ടോ. പിന്നെ അതുകൊണ്ട് അവളെ തിരിച്ച് ഉള്ളിൽ തന്നെ കൊണ്ടാക്കി. അപ്പം മീനൊക്കെ അത് ഏകദേശം ഇത്രയും വലുപ്പമുണ്ട്. എന്തായാലും ഇതിൻ്റെ വലുപ്പം. ഇതിൻ്റെ ദേഹമൊക്കെ ഒരു വഴുവഴുപ്പാണ്. ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ. എന്തോ ഒരു വഴുവഴുപ്പാണ് തൊടുമ്പോഴൊക്കെ. നല്ല വലുപ്പമുണ്ട്. അപ്പോൾ വെള്ളം ഇനിയും വറ്റാനുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം വറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാളിത് തൊടാനുള്ള പേടി കാരണം കമ്പൊക്കെ ഇട്ട് കുത്തി നോക്കുകയാണ് ഗൈസ്. കൈകൊണ്ട് തൊട്ട് ഒരാൾ കൈകൊണ്ട് തൊട്ടിട്ടുള്ള ആൾക്ക് നല്ല പേടിയുണ്ട്. കാരണം അത് അത്ര നല്ല വലിയ മീനാണ്. ഇത് നമ്മൾ ഫുഡൊക്കെ കൊണ്ട് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ വായൊക്കെ തുറന്ന് ചാടി വരുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും കേട്ടോ. പക്ഷെ ഇതുവരെ ഒന്നും അങ്ങനെ തൊട്ടിട്ട് കടിച്ചിട്ടോ അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഇതിന് ഇത്രയും വലുപ്പം കാണുമ്പോൾ നമുക്ക് എന്തായാലും ഒരു പേടി ഉണ്ടാവുമല്ലോ. ഇനിയിപ്പോൾ ഈ വെള്ളമൊക്കെ ഫുള്ളൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ നല്ല വൃത്തിക്കൊന്ന് കാണാൻ പറ്റത്തുള്ളൂ. ഇപ്പം എന്തോ കഷായത്തിൽ മുക്കിയിട്ട പോലെ എനിക്ക് കണ്ടിട്ട് തോന്നുന്നേ. നമുക്ക് ഈ വെള്ളം ഇപ്പം നമ്മൾ വൃത്തിയാക്കിയാലും 2 ദിവസം കഴിയുമ്പോൾ തന്നെ വെള്ളത്തിൻ്റെ കളർ ചേഞ്ചായി തുടങ്ങും. തൊട്ടോ അവളിപ്പോ തൊട്ടല്ലോ, നിങ്ങൾ തൊട്ട് നോക്ക്. പിന്നെ അവിടെ തൊടുന്നതിൻ്റെ കാര്യം പറഞ്ഞുള്ള ചർച്ചയാണ് ഗൈസ്. അപ്പോൾ അത് ഇത് നോക്കൂ, എന്താ അല്ലേ, വെള്ളം അങ്ങനെ കുറയുമ്പോഴാണ് ഇവരെ നല്ലതുപോലെ കാണാൻ പറ്റുന്നത്. ഇത്ര അടുത്ത് ഫോൺ കൊണ്ടുവന്ന് വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് പേടിയുണ്ട് ചാടി കടിക്കുമോ എന്നുള്ളത്. പക്ഷേ നമുക്ക് വീഡിയോ എടുത്തല്ലേ പറ്റുള്ളൂ. ഇതാണ് ഷക്കർ. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ പേര് ഷക്കർ എന്നാണ്. എനിക്ക് മറ്റേതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഈ ഒരു സാധനത്തിൻ്റെ മെയിലൊക്കെ ഫുള്ള് ഇങ്ങനെ എന്താ ബ്ലേഡ് പോലത്തെ ഒരു സ്കിന്നാണ്. നമുക്ക് തൊടാനൊന്നും പറ്റത്തില്ല. ചിലപ്പോൾ കൈയൊക്കെ മുറിയും. നല്ല എന്തോ ഒരു മാറ്റൊരു സ്കിന്നാണ് കേട്ടോ.
അതിൻ്റെ ബ്ലേഡ് എന്തോ കയ്യിൽ കൊണ്ടപ്പോൾ പിന്നെ അതിനെടുത്ത് വെള്ളത്തിൽ തന്നെ ഇട്ടു. പിന്നെ അതിനെ എടുക്കാനുള്ളൊരു പുറപ്പാടാണ് കേട്ടോ. അങ്ങനെ അതിനെ എടുത്തിട്ട് അതിൻ്റെ നീളമൊക്കെ നോക്കുക. കമ്പുകൊണ്ടല്ല, കൈ കൊണ്ട് തൊട്. ഈ മീനിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് വെള്ളമില്ലാതെ ഏകദേശം 1 മണിക്കൂർ അടുപ്പിച്ച് പുറത്ത് നിൽക്കാൻ പറ്റും. ശ്വാസം കിട്ടും. സാധാ മീനൊന്നും അങ്ങനെ വെള്ളത്തിൽ ഇട്ടില്ലെങ്കിൽ അത് ചത്തുപോകുമല്ലോ. പക്ഷേ ഇതങ്ങനെയല്ല. ഇതിപ്പോൾ ഇങ്ങനെ തുള്ളി കളിക്കുന്ന കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിന് ശ്വാസം കിട്ടാത്തത് കൊണ്ടാണ്. അതുകൊണ്ടൊന്നുമല്ല കേട്ടോ, നമ്മളെപ്പോഴും വറ്റിക്കുന്നതാണ്. അപ്പോൾ അതിനെ കാണാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. മീൻ കാണാൻ വന്നതാ. അങ്ങനെ അതിനെ നോക്കി നിന്നപ്പോഴാണ് അച്ഛൻ വരുന്നത് കണ്ടത്. അപ്പോഴാണ് അവൾക്ക് അച്ഛൻ എപ്പോൾ വണ്ടി എടുത്ത് വന്നാലും അവൾക്ക് അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരുന്ന് കറങ്ങണം. ഒരു റൗണ്ട് കറക്കില്ലെങ്കിൽ ഭയങ്കര പണക്കാണ് കേട്ടോ. അങ്ങനെ കുളത്തിലെ വെള്ളമൊക്കെ ഏതാണ്ടൊന്ന് വറ്റിയിട്ടുണ്ട്. അങ്ങനെ അതിനെ കാണാനായിട്ട് അച്ഛൻ വന്ന് നോക്കുകയാണ്. വെള്ളം കിട്ടിയപ്പോൾ എന്താ ഒരു സന്തോഷം. അങ്ങനെ അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചതിന് ശേഷം നമ്മൾ ഓസ് വെച്ചിട്ട് വേറെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. പുതിയ വെള്ളം കിട്ടിയപ്പോൾ എന്താ അല്ലേ ഡാൻസ് കളിക്കുന്ന പോലെ തോന്നുക കണ്ടിട്ട്. അങ്ങനെ നമ്മൾ പുതിയ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല തണുത്ത വെള്ളമാണ്. ഒന്നും കൂടെ ഒന്ന് ക്ലീൻ ആവാനുണ്ട്. അത് നമ്മൾ വെള്ളം ഒഴിച്ചൊന്ന് ക്ലീൻ ആക്കിയിട്ട് പുറത്തേക്ക് അടിച്ച് കളയുക ചെയ്യാം. ഇനി മറ്റേ പ്രഷർ പമ്പ് ഉണ്ടല്ലോ വെള്ളമൊക്കെ അടിക്കുന്നത്, അത് ഉപയോഗിച്ചിട്ട് സൈഡിലെ പായലൊക്കെ ഒന്ന് പോക്കണം. അതൊന്നും ഉരച്ച് കഴുകിയാൽ പോകുന്ന പായലല്ല, അതങ്ങനെ കളറായിപ്പോയതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് നമുക്ക് കാണാം. ഇപ്പോഴും ഒരാൾ അതിനെ തൊടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കതിനെ അങ്ങനെ എടുക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. പക്ഷേ എടുക്കാറുണ്ട്. ഈ വെള്ളത്തിൽ നിന്ന് തന്നെ എടുക്കുക എന്ന് പറഞ്ഞാൽ അത്രയും ടാസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അതിൻ്റെ ദേഹത്തൊരു വഴുവഴുപ്പാണ്. കുറേ ട്രൈ ചെയ്തു അതിനെ എടുക്കാൻ വേണ്ടിയിട്ട്, പക്ഷേ ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. പേടിയുള്ള ആർക്കും അതിനെ തൊടാനൊന്നും പറ്റില്ല കേട്ടോ. അത്രയ്ക്ക് വലുപ്പമുണ്ട്. പിന്നെ ഇവളെ ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട് കാണിക്കാൻ. ആൾ വിറയ്ക്കുകയാണ് നിന്നിട്ട്. ആൾക്ക് നല്ല പേടിയാണ് കേട്ടോ. എന്താ അറിയില്ല, ഭയങ്കര പേടുന്ന ആൾ ഭയങ്കര ധൈര്യശാലിയാണ്. പറമ്പിൽ കൂടെ കോഴീനെയും പൂച്ചനൊക്കെ പായിപ്പിക്കും. പക്ഷേ ഇതിനെന്തോ അറിയില്ല, നല്ല പേടിയാണ് കേട്ടോ. ഒന്ന് വിറയ്ക്കുകയാണ്. ഇതിൻ്റെ ദേഹത്തൊരു വഴുവഴുപ്പുണ്ടെങ്കിൽ അതിനെ തൊടാൻ എന്തോ ഒരു സുഖമാണ്. ഞാനങ്ങനെ പിന്നെയും അതിനെ തൊട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വെള്ളം ഒന്ന് വൃത്തിയായി കഴിഞ്ഞപ്പോഴാണ് അതിന് നല്ലതുപോലെ ഒന്ന് കാണുന്നത് തന്നെ. അങ്ങനെ ഫൈനലി നമ്മൾ കുളമെല്ലാം വൃത്തിയാക്കി ഗ്രില്ല് വെച്ച് അടച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്ന് വെള്ളം നിറയണം, അതുകൊണ്ടാണ് ഹോസ് വെച്ച് കൊടുത്തേക്കുന്നത്. ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളായിട്ട് കാണാം. അതുവരെ ടാറ്റാ.